എല്ലാവർക്കും ഡ്രാമ റിവ്യൂയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ഡ്രാമയിൽ ഇവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ തന്നെ ഇവനെ കത്തി കൊണ്ട് കുത്തുകയാണ്. അത് കണ്ടിട്ട് ഇവൻ ഒന്നും തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഷോക്കായിട്ട് നിൽക്കുകയാണ്. കത്തി കൊണ്ട് കുത്തിയതിനെക്കാട്ടിയും വേദന അവൻ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരാൾ തന്നെ അവനെ ചീറ്റ് ചെയ്തതിൻ്റെ ഒരു പെയിനാണ് അവന് കൂടുതലുണ്ടായിരുന്നത്. അവൻ്റെ ആ ഒരു ഫേസിൽ നമുക്കത് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവൻ അത്രയ്ക്കും ഷോക്കിലായിരുന്നു. അവൻ്റെ സ്വന്തം ബ്രദർ തന്നെയാണ് അവനെ കത്തി കൊണ്ട് കുത്തുന്നതും. അവൻ്റെ ബ്രദറിൻ്റെ ആ ഒരു ക്രൂവലായിട്ടുള്ളൊരു ഫേസ് കണ്ടിട്ട് ഇവൻ വല്ലാതെ രീതിയിൽ ഷോക്കാവുന്നുണ്ട്. എൻ്റെ കൂടെ നിന്ന് അവനെ ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു റിയാലിറ്റി അവന് ഭയങ്കരമായിട്ട് അവന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ആ കത്തി പിടിച്ച് ഊരിയെടുക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു സഡൻ ഷോക്കിൽ നിന്നും അവൻ്റെ കറക്റ്റ് നെഞ്ചിൽ തന്നെയാണ് ആ കത്തി കുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനൊന്നും ചെയ്യാൻ പറ്റാതെ അവൻ ഫെയിൻ്റായിട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് അവന് ശ്വാസം ഉണ്ടോ എന്ന് നോക്കി എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ മറ്റൊരു പയ്യൻ അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവനിങ്ങനെ കുത്തിയേറ്റ് കിടക്കുന്നത് കാണുന്നുണ്ട്. അവൻ അടുത്തേക്ക് വന്ന് ഇവൻ്റെ നോക്കുന്നുണ്ട്. പക്ഷേ ഇവന് ഒരു ബോധമോ ചലനമോ ഒന്നും തന്നെയില്ല. അവൻ ബ്രീത്ത് നോക്കുമ്പോഴും വലുതായിട്ട് ബ്രീത്തൊന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവൻ്റെ ബ്രദറിന് അവനെ കൊന്നതിൻ്റെ ഒരു ഗിൽട്ടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളില്ല. അവൻ വളരെ പ്രൗഡായിട്ട് അവനെ കൊന്നതാലോചിച്ച് ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഈ പയ്യനും അവൻ്റെ ഈ സിറ്റുവേഷൻ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഒരു അവസ്ഥയിൽ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ്റെ ശ്വാസം ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. രക്ഷപ്പെടുമോ അതോ മരിച്ചു പോവോ എന്നൊക്കെയുള്ളത് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.